വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഈ വർഷം മാറിയ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡ് പാർട്ടിലെ 4ാമത്തെ അധ്യായം ഉപഭോക്താവ്, അവകാശങ്ങളും സംരക്ഷണവും. ഈ ചാപ്റ്റർ എക്കണോമിക്സുമായിട്ട് റിലേറ്റഡ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഓൾറെഡി ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരത് കണ്ടിട്ട് ഈ ഭാഗം കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഉപഭോക്താവിൻ്റെ അവകാശങ്ങളും സംരക്ഷണവും. ഇപ്പോൾ നോക്കൂ, ഈ ഭാഗത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് വിവിധ തരം സാധനങ്ങൾ, അവയുടെ പ്രത്യേകതകൾ, അതിനുള്ള ഉദാഹരണങ്ങളും പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് സൗജന്യ സാധനങ്ങൾ. എന്താണ് ഫ്രീ ഗുഡ്സ് അഥവാ സൗജന്യ സാധനങ്ങൾ? നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമുക്കെല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് സൗജന്യ സാധനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നത് എന്തൊക്കെയാണ്? സൂര്യപ്രകാശം, വായു, മഴ തുടങ്ങിയവയൊക്കെ ഫ്രീ ഗുഡ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്താണ് ഫ്രീ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? പ്രകൃതിയിൽ ധാരാളമുള്ളവയും എല്ലാവർക്കും ലഭ്യമായവയുമായ വസ്തുക്കളാണ് സൗജന്യ സാധനം. ഇവ സൗജന്യമായിട്ട് ലഭിക്കുന്നവയാണ്. ഇവയ്ക്ക് വില നൽകേണ്ടതില്ല. അടുത്തത് ഇക്കണോമിക് സാധനങ്ങൾ, എക്കണോമിക് ഗുഡ്സ്. ഇപ്പോൾ എന്താണ് എക്കണോമിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ വില കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് എക്കണോമിക് ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്തല്ലേ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഏത് ഗണത്തിൽ ഉൾപ്പെടുത്താം? എക്കണോമിക് സാധനങ്ങളിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഇനി അടുത്തത് കൺസ്യൂമർ ഗുഡ്സ്. എന്താണ് കൺസ്യൂമർ ഗുഡ്സ് അഥവാ ഉപഭോഗ സാധനങ്ങൾ? അത് ഫൈനൽ ഗുഡ്സ് ആയിരിക്കും. അതായത് ഇപ്പം എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് നമ്മളുടെ കയ്യിലേക്ക് കിട്ടുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സിലെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ. ഉദാഹരണത്തിന് റൊട്ടി അല്ലെങ്കിൽ ബ്രെഡ്, അത് വീറ്റ് അല്ലെങ്കിൽ മൈദ കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മൈദ എന്ന് പറയുന്ന അതിൻ്റെ ഫൈനൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് ബ്രെഡ് എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടുന്ന ഒരു സാധനത്തിന് വീണ്ടും നമുക്ക് ഉൽപാദന പ്രക്രിയയിലൂടെ പുനർനിർമ്മിക്കാൻ പറ്റൂല. ഉദാഹരണത്തിന് ബ്രെഡ് വീണ്ടും പ്രൊഡക്ഷൻ പ്രോസസ്സിലെ റോ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കത്തില്ല. അത് ഫൈനൽ ഗുഡ്സ് ആണ്. അത്തരം ഗുഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? കൺസ്യൂമർ ഗുഡ്സ് അഥവാ ഉപഭോഗ സാധനം എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് മൂലധന സാധനങ്ങൾ അഥവാ ക്യാപിറ്റൽ ഗുഡ്സ്. മറ്റു ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിക്കപ്പെട്ട സാധനങ്ങളാണ് മൂലധന സാധനങ്ങൾ. മൂലധന സാധനങ്ങൾ ഉൽപ്പാദന പ്രക്രിയയെ സഹായിക്കും. അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഉപഭോഗ സാധനങ്ങളായിട്ടും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അവ മൂലധന സാധനങ്ങൾ ആവില്ല. ഉദാഹരണത്തിന് നമുക്ക് കമ്പ്യൂട്ടറൊക്കെ പറയാം. കമ്പ്യൂട്ടറൊക്കെ എന്താണ്? മറ്റു ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിക്കപ്പെട്ട ഒരു സാധനമാണല്ലേ. അതുപോലെ ചിലപ്പോൾ ഇത് ഉപഭോഗ വസ്തുക്കളായിട്ടും ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈട് നിൽക്കുന്ന സാധനങ്ങൾ. എന്താണ് ഈട് നിൽക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത്? ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കളാണ് ഈട് നിൽക്കുന്ന സാധനങ്ങൾ. ഇവ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നവയായിരിക്കും. ഇനി ഈട് നിൽക്കാത്ത സാധനങ്ങളുണ്ട്. കുറച്ച് കാലയളവിലേക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കളാണ് ഈട് നിൽക്കാത്ത സാധനങ്ങൾ. പാല്, പച്ചക്കറിയൊക്കെ ഈട് നിൽക്കാത്തവയാണ്. എന്നാൽ മേശ, വീട് ഇതൊക്കെ എന്ത് ചെയ്യും? ഈട് നിൽക്കുന്ന വസ്തുക്കൾക്ക് ഉദാഹരണമാണ്. അടുത്തതായിട്ട് നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഉപഭോക്താവ് അല്ലെങ്കിൽ സാധനം വാങ്ങിക്കുന്ന ആളെന്ന നിലയിൽ സാധനങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കണം. ഉപയോഗിക്കാൻ കഴിയുന്ന പരമാവധി കാലയളവ് അല്ലെങ്കിൽ തീയതി, എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കണം. ബില്ല് ചോദിച്ചു വാങ്ങണം. അതുപോലെ ക്വാളിറ്റിയുള്ള ഗുഡ്സേ വാങ്ങിക്കാവൂ അല്ലേ. പിന്നെ വില എന്ന് പറഞ്ഞാൽ MRPയിൽ കൂടുതലുള്ള സാധനങ്ങളാണെങ്കിൽ നമ്മൾ വാങ്ങിക്കുമോ? ഇല്ല. പിന്നീട് ശ്രദ്ധിക്കാനുള്ളത് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ GST നമ്പർ ബില്ലിലുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടും. GST ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം: GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. 2017 ജൂലൈ 1-ന് ഭരണഘടനയുടെ 101-ാം ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്ന എന്താണ്? അത് GSTയെ കുറിച്ചാണ് പരാമർശിച്ചിട്ടുള്ളത്. ഓർമ്മിച്ചു വെക്കുക, ഭരണഘടനയുടെ 101-ാം ഭേദഗതിയിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GSTയെ കുറിച്ച്, ചരക്ക് സേവന നികുതിയെക്കുറിച്ച്. ഒരു രാജ്യം ഒരു നികുതി എന്ന ആശയമാണ് GSTയിലൂടെ നടപ്പിലാക്കുന്നത്. പലതരത്തിലാണ് GST നിരക്കുകളുള്ളത്. 5%, 12%,
18%, 28%. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. തന്നിരിക്കുന്നവയിൽ GST നിരക്കിൽ ഉൾപ്പെടാത്തത് ഏത്, ഉൾപ്പെടുന്നത് ഏതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ 5, 12, 18, 28 ഇങ്ങനെയാണ് GST നിരക്കുകൾ. നമ്മൾ നൽകുന്ന GSTയുടെ 50% സംസ്ഥാന സർക്കാരിനും 50% കേന്ദ്ര സർക്കാരിനുമാണ് ലഭിക്കുന്നത്. 20 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വിറ്റുവരവുള്ള വ്യാപാരികൾ GST രജിസ്ട്രേഷൻ നിർബന്ധമായും നടത്തേണ്ടതാണ്. 20 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വിറ്റുവരവുള്ള വ്യാപാരികൾ നിർബന്ധമായും GST രജിസ്ട്രേഷൻ ചെയ്യണം. അടുത്തതായി ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം അഥവാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റ്. 1966 ബോംബെയിൽ കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം നിലവിൽ വരുന്നത്. ഓർമ്മിച്ചു വെക്കുക, ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം നിലവിൽ വരാൻ കാരണമായത് 1966 ബോംബെയിലെ കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ രൂപീകരണമാണ്. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ക്ഷേമം ഉറപ്പാക്കുന്നതിനും വേണ്ടി രൂപം കൊണ്ട സാമൂഹിക മുന്നേറ്റമാണ് ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം. ഇനി അതിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുക, തട്ടിപ്പുകളെ തടയുക, ഉപഭോക്താവിനെ ശാക്തീകരിക്കുക, നിയമനിർമ്മാണം നടത്തുക, പരസ്യങ്ങളിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തുക, രാഷ്ട്രീയ വേദികളിൽ ഉപഭോക്താക്കളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുക. ഇതൊക്കെയാണ് ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അടുത്തതായിട്ട് നമുക്കിവിടെ പഠിക്കാനുള്ളത് 1985 ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ 1986 ഡിസംബർ 24 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഓർമ്മിച്ചു വെക്കുക, ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986 ഡിസംബർ 24. ഡിസംബർ 24 പ്രത്യേകത എന്താണ്? ദേശീയ ഉപഭോക്തൃ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ജാഗോ ഗ്രാഹക് ജാഗോ, ഇതാണ് ഈ ഉപഭോക്തൃ സംരക്ഷണത്തിൻ്റെ പരസ്യവാചകം. ഉണരൂ ഉപഭോക്താവേ ഉണരൂ. 1986 പാർലമെൻറ്റിലെ ഇരു സഭകളും ചേർന്നാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയത്. ഈ നിയമത്തിൽ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സ്പഷ്ടമായി പറയുന്നുണ്ട്. കൂടാതെ ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തത് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലൂടെയാണ്. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ: 1. ദേശീയ ഉപഭോക്തൃ നിയമം നിലവിൽ വന്നത് 1986 ഡിസംബർ 24. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പകരം നിലവിൽ വന്ന നിയമം ഏതാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 അടുത്തത് ഓർമ്മിച്ചു വെക്കേണ്ട ഒരു പോയിന്റ്, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പകരം 2020 ജൂലൈ 30 നിലവിൽ വന്ന നിയമമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. ഇനി ഈ നിയമത്തിൻ്റെ പ്രത്യേകതകളും നമുക്ക് പഠിക്കാനുണ്ട്. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അഥവാ CCPA സ്ഥാപിച്ചത് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടാണ്. കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായ വ്യാപാരം തടയുന്നതിനുള്ള നിയമങ്ങളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഉപഭോക്തൃ തർക്ക പരിഹാര പ്രക്രിയ ലളിതമാക്കുന്നു. മായം കലർന്ന അല്ലെങ്കിൽ വ്യാജ വസ്തുക്കളുടെ നിർമ്മാണമോ വിൽപ്പനയോ നടത്തുന്നവരെ ശിക്ഷിക്കാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നു. ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു. ഇതെല്ലാം 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ 2006 ഭക്ഷ്യസുരക്ഷാ സ്റ്റാൻഡേർഡ് ആക്ട് പറയുന്നുണ്ട്. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പുറമെ നിശ്ചിത വിഷയങ്ങളിൽ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് ഭക്ഷ്യസുരക്ഷാ സ്റ്റാൻഡേർഡ് ആക്ട്. നിലവിൽ വന്ന വർഷം 2006 കേട്ടോ. ഓർമ്മിച്ചു വെക്കുക, ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം
ഈ നിയമങ്ങളിലൂടെയെല്ലാം ഒരു ഉപഭോക്താവിന് ലഭിക്കുന്ന അവകാശങ്ങൾ സുരക്ഷിതത്വത്തിനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, അറിയാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നിവയാണ്. ഇവിടെ നിന്ന് എങ്ങനെയാണ് ചോദ്യം വരികയെന്ന് ചോദിച്ചാൽ, തന്നിരിക്കുന്നവയിൽ ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? സുരക്ഷിതത്വത്തിനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, അറിയാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അടുത്തതായി ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ ഉപഭോക്തൃ കോടതികളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഉപഭോക്തൃ കോടതികളുടെ ചരിത്രം ആരംഭിക്കുന്നത് 1986 ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നതോടുകൂടി. ഉപഭോക്തൃ കോടതികൾ സ്ഥാപിച്ചതോടുകൂടി തന്നെ പെട്ടെന്ന് ഉപഭോക്താക്കളുടെ പരാതിയിൽ പരിഹാരം കാണാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ അതിനു വേണ്ടിയിട്ട് ട്രിബ്യൂണലുകൾ രൂപവൽക്കരിച്ചു. പിന്നെ ഉപഭോക്തൃ കോടതികളെ 3 തലത്തിലാണ് വിന്യസിച്ചിരിക്കുന്നത്. അതിൽ ഒന്ന് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഇവിടെ 1 കോടി രൂപ വരെ നഷ്ടപരിഹാരമുള്ള കേസുകളാണ് പരിഹരിക്കുന്നത്. അടുത്തത് സംസ്ഥാന തലത്തിലും ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുണ്ട്. 1 കോടി രൂപ മുതൽ 10 കോടി രൂപ വരെയുള്ള നഷ്ടപരിഹാരം വരുന്ന കേസുകളാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് കീഴിൽ ഒത്തുതീർപ്പാക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. 10 കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടപരിഹാരം വരുന്ന കേസുകളാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരിഹാരം കാണുന്നത്. ഇന്ത്യയിൽ മൊത്തം 600-ലധികം ജില്ലാ ഫോറങ്ങളും 35 സംസ്ഥാന കമ്മീഷനുകളുമാണ് ഉപഭോക്തൃ തർക്കങ്ങളിൽ ഇടപെട്ട് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉപഭോക്താവിന് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. ഇതിനെല്ലാം മുകളിലായി നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ NCDRC എന്ന അപ്പെക്സ് ബോഡിയുമുണ്ട്. കൂടാതെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ കോടതികൾക്ക് പുറമെ ത്രിതല ഉപദേശക സമിതികളും നിലവിലുണ്ട്. ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസില്, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസില്, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസില് എന്നിവയാണ് അവ. ഈ ഭാഗത്ത് നിന്ന് ഇക്കഴിഞ്ഞ ASM പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ചോദ്യം ഇങ്ങനെയായിരുന്നു: 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനം അതേതാണ്? ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയാണ്. അടുത്തതായി വളരെ ഇമ്പോർട്ടൻസോടുകൂടി നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ: വിവിധ തരം കബളിപ്പിക്കലും അവ പരിഹരിക്കാനായി സമീപിക്കാവുന്ന സ്ഥാപനങ്ങളും മാർഗങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ, അതിൽ പരിഹാരം ലഭിക്കാൻ നമ്മൾ സമീപിക്കേണ്ടത് ഒന്ന് UGC, അതുപോലെ തന്നെ ഉപഭോക്തൃ ഫോറത്തെ സമീപിക്കാം, പോലീസിൽ പരാതി നൽകാം, വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ബന്ധപ്പെടാം. ആരോഗ്യരംഗത്തെ കബളിപ്പിക്കൽ, അതിന് നമുക്ക് പരാതി നൽകാൻ പറ്റുന്നത് സ്റ്റേറ്റ് അല്ലെങ്കിൽ നാഷണൽ മെഡിക്കൽ കൗൺസിലിലെ ഗ്രീവൻസ് പോർട്ടൽ വഴിയാണ്. അതുമല്ലെങ്കിൽ ആരോഗ്യ വിഭാഗം ഡയറക്ടർക്ക് റിപ്പോർട്ട് സഹിതം പരാതിപ്പെടാം. ഇനി ഗുരുതരമായ ആരോഗ്യ തട്ടിപ്പുകളാണെങ്കിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അതിലും നമുക്ക് എന്ത് ചെയ്യാം? ഫയൽ ചെയ്യാം. കൂടാതെ ആരോഗ്യ സേതു ആപ്പ് വഴിയും പരാതി നൽകാം. ഇനി വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് നടത്തുന്ന പറ്റിക്കലാണെങ്കിൽ പ്രൊട്ടക്ടറേറ്റ് ഓഫ് എമിഗ്രേറ്റ്സ് വഴി നമുക്ക് അതിനുള്ള പരിഹാരം നേടാൻ പറ്റും. പരാതി നൽകിയിട്ട് പരിഹാരം കണ്ടെത്താം. പ്രൊട്ടക്ടറേറ്റ് ഓഫ് എമിഗ്രൻസ് POE. അതുപോലെ IPC സെഷൻ 420 പ്രകാരം കേസ് ഫയൽ ചെയ്യാം വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് നടത്തുന്ന പറ്റിക്കലിന്. പിന്നെ വിദേശത്ത് എത്തിയ ശേഷമാണ് പറ്റിക്കപ്പെട്ടതെങ്കിൽ ഇന്ത്യൻ എംബസി അല്ലെങ്കിൽ ഹൈക്കമ്മീഷനിൽ പരാതി സമർപ്പിക്കാം. കൂടാതെ പ്രവാസി ഭാരതീയ സഹായ കേന്ദ്രവുമായിട്ട് PBSK അതുമായി നമുക്ക് ബന്ധപ്പെടാം. അതിൻ്റെ ടോൾ ഫ്രീ നമ്പറുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയും നമുക്ക് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് നമ്മൾ പറ്റിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പരാതി നൽകി പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി അടുത്തത് ഓൺലൈൻ തട്ടിപ്പുകൾ. ഇപ്പം നിരന്തരം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പാണ് ഓൺലൈൻ അല്ലേ. സൈബർ ക്രൈം സെല്ലിൽ നമുക്ക് എന്ത് ചെയ്യാം? പരാതിപ്പെടാം. അതുപോലെ തന്നെ CERT-IN എന്ന പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യാം. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ് CERT-IN എന്ന് പറയുന്നത്. ഇനി ബാങ്കിങ് രംഗത്താണ് നമുക്ക് തട്ടിപ്പ് നേരിടേണ്ടി വരുന്നതെങ്കിൽ ബാങ്ക് ഗ്രീവൻസ് റെഡ്രസൽ മെക്കാനിസത്തെ അല്ലെങ്കിൽ ബാങ്ക് മാനേജറെ നമുക്ക് സമീപിക്കാം. 30 ദിവസത്തിനുള്ളിൽ ബാങ്ക് മറുപടി തരാത്ത പക്ഷം RBI ഓംബുഡ്സ്മാനെ നമുക്ക് സമീപിക്കാനായിട്ട് സാധിക്കും. പിന്നെ ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ ടോൾ ഫ്രീ നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. അടുത്തത് എങ്ങനെയാണ് പരാതി നൽകുന്നത്?
ഒരു ഉപഭോക്താവ് കബളിപ്പിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട ഓഫീസിലോ ഉപഭോക്തൃ കോടതികളിലോ പരാതി നൽകാം. പരാതിയുള്ള ഏതൊരാൾക്കും വെള്ള പേപ്പറിൽ പരാതി വിശദമായി എഴുതി ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയിൽ നേരിട്ട് സമർപ്പിക്കാം. അടുത്തത് ഗുണമേന്മയ്ക്ക് നൽകുന്ന അംഗീകാരത്തിൻ്റെ ചിഹ്നങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ISI മാർക്ക്. ISI മാർക്ക് നൽകുന്നത് വൈദ്യുത ഉപകരണങ്ങൾ, സിമൻറ്റ്, പേപ്പർ, പെയിൻറ്റ്, ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയവയ്ക്കാണ്. വ്യാവസായിക ഉൽപ്പന്നങ്ങളിലാണ് ഈ ചിഹ്നങ്ങൾ കാണുന്നത്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അഥവാ BIS. അടുത്തത് അഗ്മാർക്ക്. കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിനാണ് അഗ്മാർക്ക് ചിഹ്നം ഉപയോഗിക്കുന്നത്. അടുത്തത് FSSAI. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതാണ് FSSAI ചിഹ്നം ഉപയോഗിക്കുന്നത്. അടുത്തതായി ഈ ഭാഗത്ത് ഒരുപാട് ചോദ്യാവലി തന്നിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ഉപഭോക്താക്കൾ ഇതുപോലെ കബളിപ്പിക്കപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉപഭോക്തൃ വിദ്യാഭ്യാസം അവർക്ക് നൽകുന്നുണ്ട്. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക, ഉപഭോക്തൃ ഉത്തരവാദിത്തങ്ങൾ ബോധ്യമാക്കുക, വ്യാപാരത്തിൽ പ്രത്യേകിച്ച് ഓൺലൈൻ വ്യാപാരത്തിൽ സുരക്ഷ ഉറപ്പാക്കുക, വിപണിയിലെ ധാർമ്മികതയും ചട്ടങ്ങളും തിരിച്ചറിയുക, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക, ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക, ഉപഭോക്തൃ നീതി പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉണരൂ ഉപഭോക്താവേ ഉണരൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. പാഠഭാഗം നന്നായിട്ട് പഠിക്കുക. പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ പിന്നീട് ക്ലാസ് എടുക്കാം. ഇത് SCERT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് മാത്രമാണ് കേട്ടോ. വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്